കൊച്ചി കപ്പൽശാലയിലെ ദേശവിരുദ്ധ മുദ്രാവാക്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കും. പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ച് NIA. സംഭവത്തിൽ കേന്ദ്ര IBയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കപ്പലിനകത്ത് ഐ ലവ് പാകിസ്ഥാൻ എന്നുള്ള ചുവരെഴുത്തിൽ പോലീസ് കേസ് എടുത്തിരുന്നു. ജിജീഷ് കരുണാകരൻ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, ഈ ഐ ലവ് പാകിസ്ഥാൻ എന്ന് കപ്പലിൻ്റെ ചുവരിൽ എഴുതി വച്ച സംഭവത്തിൽ ആദ്യം കേരള പോലീസ് അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഏജൻസികൾ വിഷയത്തിൽ ഇടപെടുന്നു എന്ന ഘട്ടത്തിലാണല്ലോ കേരള പോലീസ് ഈ വിഷയത്തിൽ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന നിലയിലേക്കെങ്കിലും കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി NIA ഈ വിഷയം ഏറ്റെടുക്കുമെന്നാണോ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, ജിജീഷ്? ഗൗതം, ഈ ഒരു സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ കാണുന്നത്. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന അതിസുരക്ഷാ മേഖലയിലുള്ള കപ്പൽശാലയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. UK നിർമ്മിക്കുന്ന കപ്പലിൻ്റെ നിർമ്മാണങ്ങളാണ് അവിടെ അറ്റകുറ്റപ്പണികളാണ് പുരോഗമിക്കുന്നത്. അത്തരമൊരു കപ്പലിനകത്ത് കയറി ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതണമെങ്കിൽ അത് കൃത്യമായി ചില മുന്നറിയിപ്പുകൾ രാജ്യത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായി രാജ്യസുരക്ഷയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമായി എല്ലാം തന്നെ കാണാൻ കഴിയണം. അതുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. പ്രാഥമികമായി അവർ അന്വേഷണം നടത്തിയിരുന്നു. മാത്രമല്ല, കൊച്ചി കപ്പൽശാലയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി നടക്കുന്ന സുരക്ഷാ വീഴ്ചകൾ, ഒന്ന് തുടർച്ചയായി ഭീഷണി സന്ദേശങ്ങൾ കപ്പലുകൾ നിർമ്മാണ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണ ഘട്ടത്തിൻ്റെ പല സമയങ്ങളിലും ആ കപ്പലടക്കം തകർക്കുമെന്ന ഭീഷണി സന്ദേശങ്ങൾ ഉയർന്നിരുന്നു. പലപ്പോഴും ഈ ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സംസ്ഥാനത്ത് നടന്ന അന്വേഷണങ്ങളിൽ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പരാതി ലഭിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം ആരംഭിക്കുന്നു എന്നതിനപ്പുറം ആരാണ് ഇതിന് പിന്നിൽ ഉള്ള കൈകൾ, ആരുടെ തലയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, എന്താണ് അതിൻ്റെ ഗൂഢലക്ഷ്യം എന്നതിലേക്കൊന്നും നീളുന്ന അന്വേഷണങ്ങൾ സാധാരണ നിലയിൽ നടക്കാറേയില്ല. ആരും തന്നെ ഈ ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇതിനെ ഗൗരവമായി കാണുന്നത്. പ്രത്യേകിച്ച് ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവം ഉണ്ടായിരുന്നു. അത് ഉത്തരേന്ത്യൻ സ്വദേശികളായ ആളുകൾ അവർ വ്യക്തിപരമായി നടത്തിയ, അല്ലെങ്കിൽ മറ്റ് ഗൂഢാലോചനകളില്ലാതെ നടത്തിയ ഒരു കേസാണ്, അല്ലെങ്കിൽ സംഭവമാണ് എന്ന് ബോധ്യമാകുമ്പോൾ പോലും നിരന്തരമായി എങ്ങനെയാണ് ഈ കപ്പൽശാല ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നീക്കങ്ങളിലേക്ക് തന്നെ ചില കേന്ദ്രങ്ങൾ പോകുന്നുണ്ട് എന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാനത്ത് കൃത്യമായി ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഈ ബംഗ്ലാദേശികൾ അടക്കമുള്ള ആളുകൾക്കെല്ലാം സുരക്ഷിത താവളമായി കേരളം മാറുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര IB റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവരുടെ പ്രാഥമികമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIA അന്വേഷണത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതും NIA അന്വേഷണത്തിലേക്ക് കേസുകൾ പോവുകയും ചെയ്യുന്നത്. കാരണം ഈ വിവരശേഖരണം നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രാമുഖ്യവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നടത്തുക. ആരാണ് ഈ കപ്പലിനകത്ത്? കാരണം 150ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ 150ഓളം തൊഴിലാളികളിൽ സ്ഥിരം ജീവനക്കാരുണ്ടായിരുന്നു, താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നു. സ്വാഭാവികമായും സ്ഥിരം ജീവനക്കാർ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ശേഷം നിയമനം ലഭിച്ച ആളുകളിൽ നിന്ന് അത്തരം നീക്കം ഉണ്ടാകുമോ എന്നത് ഒരു സംശയമാണ്. അങ്ങനെയെങ്കിൽ താൽക്കാലിക കരാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ആണോ ഈ ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊച്ചി ഷിപ്പ് യാർഡിലെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമ ബ്ലോഗർമാർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൈമാറിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കൂടി ഐ ലവ് പാകിസ്ഥാൻ ജിജീഷ്, വ്യക്തമാണ്. കൊച്ചി കപ്പൽശാലയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം എഴുതിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുകയാണ്. നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നിർണായകമായ വിഷയം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന വളരെ സുപ്രധാനമായ വാർത്ത ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്നത്.